OH ലക്ഷദ്വീപിന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമർദപുത്രം ലക്ഷദ്വീപുകാരനാണ്. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ കേരളത്തിലൊക്കെ ഓട്ടോയിൽ 3 പേരിൽ കൂടുതൽ കയറ്റത്തില്ല. ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോയിൽ വ്യത്യാസമുണ്ടോ, കുറേ സീറ്റുകൾ കുറേ അധികമുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ കയറാം. ഇവിടെ കണ്ടോ, ഈ ഒരു സീറ്റിൽ തന്നെ 3-4 ആൾക്കാർ കയറാം. ഇപ്പോൾ ഞങ്ങൾ ഇരുന്ന അവിടെ കയറാം, ഈ ഇരുന്നൊരു ഭാഗത്തേക്ക്. പിന്നെ ഇതാ ബാക്കിൽ പുള്ളിക്കാരനവിടെ കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ 4 ആൾക്കാരുള്ളത് കൊണ്ട് തൽക്കാലം ഇവിടെ ആകാണ് എല്ലാവർക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ചുകൊണ്ട് പോകലാണ് അല്ലേ ഖദർ സാറേ? സിപ്പർ സൈഡ് ഇങ്ങോട്ട് ഇതാ ഞാൻ ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കാം. എനിക്ക് ഇങ്ങനെ ഇരിക്കാം. ഇതാ ഇവിടെയൊക്കെ ഫ്രീ ആണ്. ഇവിടെ ഫുള്ള് നിറച്ചുകൊണ്ട് പോകലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പോകുന്നവരൊക്കെ ചോദിക്കുകയാണ് ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനിലേക്ക് പോകുന്നതാണോ എന്ന് പുള്ളിക്കാരൻ ഡ്രൈവർ ഇങ്ങനെ ചോദിക്കുകയാണ്. ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ കുത്തി നിറച്ചിട്ട് ഇങ്ങനെ പോലാണ് പരിപാടി. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്, സീതാപട്ടി എന്ന് പറയുന്ന ഒരു നല്ലൊരു മാർക്കറ്റാണ് സീതാപട്ടി. അങ്ങോട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ ഈ മഹാരാഷ്ട്രയിൽ നമ്മുടെ ഈ ട്രെയിനിങ്ങിന്റെ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ റോഡിലൊക്കെ ഫുള്ള് പൊടിയാണ്. അപ്പോൾ മൊത്തം ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതലും പുറപ്പെടുന്നത് ഇവിടെ ഈ ഷോള് കൊണ്ട് ഇങ്ങനെ ഫുള്ള് മൂടിപ്പൊച്ചായിരിക്കും പുറപ്പെടുക. ഭയങ്കര പൊടിയാണ് ഇവിടെയൊക്കെ. പിന്നെ റോഡ് നിയമങ്ങളൊക്കെ അത്ര വലിയ ബാധകമല്ലെന്ന് തോന്നുന്നു. ഹെൽമെറ്റ് ഇടാതൊക്കെ പോകുന്നത് കാണുന്നു. പിന്നെ ഓപ്പോസിറ്റ് റോഡിലൊക്കെ കയറി പോകുന്നതൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഹെൽമെറ്റ് ഒക്കെ വെക്കാതെ ഒരു ബൈക്കിൽ തന്നെ 3, 4, 5 ആൾക്കാരൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇവിടെ. എന്താ അറിയില്ല, ഇവിടുത്തെ നിയമത്തിൽ എങ്ങനെയാണെന്നുള്ള നമുക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെ പോകുന്നത് കാണുന്നു ഇവിടെയൊക്കെ. അതാണിപ്പോൾ ഞങ്ങൾ വന്ന ഓട്ടോ. അതിൻ്റെ മേലെ ഇരിക്കാം. അതുപോലെ തന്നെ ഇതാ ഇവിടെ 2-3 സീറ്റ്. ഇപ്പോൾ ഞങ്ങൾ സീതാപട്ടി മാർക്കറ്റിലെത്തിയിട്ടോ. ഇവിടെയാണ് സീതാപട്ടി മാർക്കറ്റ്. ഇതിൻ്റെ അപ്പുറം വരെ കുറേ ഉണ്ട്. നമ്മുടെ എറണാകുളത്ത് കാണുന്ന ബ്രോഡ്വേ പോലെയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഏകദേശം ഒരു 11 മണിയാവും ലൈവായി തുടങ്ങും. പിന്നെ ഇവിടെ വ്യത്യസ്തങ്ങളായ പലഹാരങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഞാനിതുവരെ കാണാത്ത പല രീതിയിലുമുള്ള പലഹാരങ്ങൾ, പല ടേസ്റ്റിലുമുള്ള പലഹാരങ്ങൾ എല്ലാം വാങ്ങിച്ച് ടേസ്റ്റ് നോക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ ടേസ്റ്റ് നോക്കി. നല്ല രുചിയുള്ള വിഭവങ്ങളാണ്. आधा किलो काजू कतली, आधा किलो मिल्क केक। ഞങ്ങളിപ്പോൾ സീതാപട്ടിയുടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു കേരളത്തിൽ നിന്നുള്ള ഒരു അധ്യാപകനോട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം. ഞാൻ ജിപ്സൺ വർഗീസ്. ഞങ്ങളുടെ OTA-യിലെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസത്തിൻ്റെ തുടക്കം ഞങ്ങളിവിടെ ഹാൽദിറാമിലെ കോഫി ഷോപ്പിലാണ്. ഞങ്ങൾ കോഫി കുടിക്കുന്നു, ഞങ്ങൾ റിലാക്സ് ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്രയുടെ തുടക്കം, ഞങ്ങളുടെ പ്ലാനിങ്. വളരെ സന്തോഷമാണ്. ഞങ്ങൾ എല്ലാവരും കാപ്പി കുടിച്ചിരിക്കുകയാണ്. ഇനിയാണ് ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ. നാഗ്പൂരെ സ്പെഷ്യാലിറ്റികൾ, ഫുഡ്, യാത്രകൾ, ഷോപ്പിംഗ് ഇനി നമ്മൾ കവർ ചെയ്യാണ്. കോഫി ഞങ്ങൾക്ക് എല്ലാ ദിവസവും കോഫി ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചി. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി നമുക്ക് സീതാപട്ടിയും പിന്നെ ഇവിടുത്തെ ഒരു മാളും ഞങ്ങളിനി പോകുന്ന വഴികളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. അതൊരു കവറാട്ടോ, അതൊരു കവറാണ്. 1.5 കവറായി പോയി. അടിപൊളി ചായ കേട്ടോ, ഇവിടുത്തെ ചായ. എന്നാലും ഇനി ഞങ്ങളൊന്ന് ചായ കുടിക്കട്ടെ, ഇനി ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണാം. ഞങ്ങൾ ഏകദേശം സീതാപട്ടി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് അല്ലേ സാറേ? ഇവിടെ അത്ര ഒരു ക്രൗഡായി വന്നിട്ടില്ല അല്ലേ സാർ? നേരത്തെ വന്നിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ? മാർക്കറ്റുകൾ നല്ല ലൈവ് ആവുന്നത് ഒരു 11 ശേഷം, 11 മണിക്ക് ശേഷം അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു 10 മണിയൊക്കെ അല്ലേ ആയിക്കാണോ? ഓക്കെ. 11 മണിക്ക് ശേഷമാണ് ഇവിടെ ഇപ്പോൾ ലൈവ് ആവുന്നത്. ഏകദേശം ഇവിടുത്തെ ചെറിയൊരു കാഴ്ച ഒന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കാല്ലേ? ഇപ്പൊ അധികം ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ലോക്കൽ ബിസിനസ്സാണ് ഇപ്പൊ തുടങ്ങുന്നത്. അതാണ് ഇവിടുത്തെ സീതാപട്ടി മാർക്കറ്റ്. ഇപ്പോൾ ലൈവായി തുടങ്ങുന്നേ ഉള്ളൂ. അധികം കച്ചവടക്കാരൊക്കെ എത്തിയിട്ടില്ല അല്ലേ? ഏകദേശം കടകളൊക്കെ തുടങ്ങുന്നത് തന്നെ 11 ശേഷമാണ്. നേരെ മെട്രോയിൻ്റെ ഇത് കൂടിയുണ്ടല്ലേ? നേരെ മെട്രോ സ്റ്റേഷൻ കൂടിയുണ്ട്.
ഇനി അടുത്തത് ഇവിടെ ഒരു മാളുണ്ട്. ആ മാളിലോട്ട് പോകാൻ വേണ്ടി യൂബർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി മാളിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണിക്കാം. യൂബർ വിളിച്ചു, ഫാദർ സാർ, രജീഷ് സാറ്, പിന്നെ നമ്മുടെ ജയശാർ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. യൂബർ വിളിച്ചിപ്പോൾ നമ്മൾ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാളിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മാളിൽ വന്നത്. ഇന്ത്യയിലെ നാഗ്പൂരിലുള്ള ഒരു മാളാണിത്. ഇവിടെ ഐ ലവ് നാഗ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെന്നായിരുന്നു നമ്മൾ മാത്രമാണെങ്കിലേ മാളിൽ കയറിയല്ലേ. AC ഫുൾ സെൻട്രലൈസ്ഡ് AC ആണ്. നമ്മുടെ നാട്ടിലെ ലുലു മാളിലൊക്കെ കയറി ഫീല് കിട്ടുന്നുണ്ടല്ലേ. സാധനങ്ങളൊക്കെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ മാളിനകത്ത് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മൾ സാധാരണ കാണുന്ന മാൾ പോലെയൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ജേസർ ഒന്ന് അറിയാം. ഇത് നാഗ്പൂരിലെ മോമിൻപുര എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏകദേശം സൗത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ഫുഡൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളവിടെ നിന്ന് ഉച്ചഭക്ഷണത്തിന് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് മടങ്ങി ഒന്ന് മെട്രോയിലൊക്കെ ഒന്ന് കയറി. മെട്രോയിൽ കയറി കുറച്ച് ഉയരത്തിൽ നിന്നുമുള്ള നാഗ്പൂരിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങി. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.